ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള്. അപ്പൊ ഇവിടെ ഒരു 2 കൊല്ലം പഴക്കമുള്ളൊരു മിക്സി ഇരിപ്പുണ്ട് ഇവിടെ. 2 കൊല്ലം പഴക്കമല്ല, പുതിയ മിക്സിയാണ്. പക്ഷെ ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പണ്ട് ഈ ക്രോംപ്ടന്റെ ഒരു സ്കീമില് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോ കിട്ടിയ മിക്സിയാണത്. അപ്പൊ ഇതിങ്ങനെ പൊട്ടിക്കാതെ വെറുതെ ഇരിക്കണായിരുന്നു. അവിടെ ഓൾറെഡി ഒരു മിക്സി ഉള്ളത്. അപ്പോൾ തൽക്കാലം മിക്സി എടുക്കാന്ന് കരുതി. പഴയ ഇവിടെ ഉണ്ടായിരുന്ന മിക്സി കുറച്ച് ചെറുതായിട്ടൊന്ന് പഴയതായി. അപ്പൊ നമുക്കത് എടുക്കാം അല്ലെ. ഞങ്ങളുടെ മിക്സി പത്തിയത് 2 കൊല്ലമായിട്ട് ഇരിക്കണേ മിക്സി. വർക്ക് ചെയ്യുമോന്ന് നോക്കാട്ടോ നമുക്ക്. ഇതാണ്ട മിക്സി. അപ്പൊ മിക്സി ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ശരിക്കും പറഞ്ഞ പഴയ മോഡൽ മിക്സി ആണ്. ഇതുപോലെ പുതിയ മോഡലൊന്നും അല്ല. ഏതായാലും പുത്തനാണെന്ന് പറയാം അല്ലേ. പുതിയത് തന്നെയാണ്. നമ്മള് പൊട്ടിക്കണല്ലേ ഉള്ളു. ഓരോ ബോക്സ് ഒക്കെ ഇരിക്കണേണ്. അതൊക്കെ പുറത്തോട്ട് എടുക്കണേണ്. ഇതാണ് മിക്സി കൊള്ളാമോ? കുഴപ്പമില്ലല്ലേ. നീ എന്താ നിഷിലു? എന്താ നീ എന്താ ഉള്ള? നിന്നെ എന്റെ ഔട്ട്ഫിറ്റ് എടുത്ത് നോക്കാം. എന്നിട്ട് പാക്ക് ചെയ്ത് വിടാൻ പറ്റും. ആ ഓക്കെ നോക്ക്. ഉദ്ഘാടി നിഷില എന്തിലാ കയറിയിരിക്കടാ? പെട്ടിനുള്ളിൽ മിക്സിയായിട്ട് നിന്നെ എടുത്ത് അടിക്കേണ്ടി വരും. മിക്സിയാണോ നീ? മിക്സിയാണാടാ? പിന്നെന്താണ് ഇതിനിവിടെ ചാറൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കണേട്ടാ. അപ്പൊ ഞങ്ങള് കൊച്ചിയുടെ കളിക്കണേണ്. ആ പെട്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്ന് ഞാൻ കൂടെ ഇരിക്കാണ്. എന്താ ഇരിക്കണ വെച്ച് മിക്സിയുടെ ജാറ്, ഒരു ചെറിയ ജാറുണ്ട്, പിന്നെ വലിയൊരു ജാറുണ്ട്. നമുക്ക് വിശക്കണുണ്ട് കൊച്ചിനെ. അപ്പൊ ഞങ്ങള് മിക്സി ഒക്കെ എടുത്ത തിരക്കിലായിരുന്നു ക്ലീനിങ് കാര്യങ്ങളായിട്ട്. അപ്പൊ ഇവിടെ എന്ത് പോപ്കോൺ ഉണ്ടാക്കാൻ പോണേ. അതെ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണ പോപ്കോൺ കുക്കറില്. എത്ര മിനിറ്റ് വെക്കണം കുക്കറില്? 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണ പോപ്കോൺ ഇടാ. ഇതൊക്കെ അറിയായിരിക്കും കേട്ടോ. കുക്കറിൽ അല്ലെങ്കിൽ ഓവനിലൊക്കെ ഉണ്ടാക്കാം. കൊച്ചിനാണോ പോപ്കോൺ ഉണ്ടാക്കണ? ആണോ? അമ്മക്ക് വരുമോ? ആ എന്ത് ഫ്ലേവറാ? വേറെ ഉണ്ടാ? ആ എന്ത് ഫ്ലേവറാ അത്? മാംഗോ ഫ്ലേവർ അല്ല, അത് ചില്ലി ആണെന്ന് തോന്നുന്നു. ചില്ലി കാണിച്ച അമ്മേനൊന്ന് നോക്കട്ടെ അമ്മ. ചില്ലി ഫ്ലേവർ ആണല്ലേ പോപ്കോണിന്റെ? ആ കൊച്ചിന് ഇഷ്ടമാണ് ആ പോപ്കോൺ. ആ അതേ കൊച്ചി കാണിച്ചിട്ടുണ്ട് ചില്ലി. ആ കണ്ട് പോപ്കോണിന് വേണ്ടി വെയിറ്റ് ചെയ്യണ നിഷ്ലു? കഴിക്കാൻ വേണ്ടിട്ട് വിശക്കനുണ്ടല്ലേ? ആ ഇപ്പൊ കൊണ്ടുവരും കേട്ടോ പോപ്കോൺ. വേഗം ഉണ്ടാക്കാൻ പറ. അപ്പൊ എടുത്ത് വേഗം ഉണ്ടാക്കാൻ പറ. ആയോ? നല്ല മണം തന്നെ ഉണ്ടല്ലോ.
ആയിട്ടില്ലേ? പക്ഷെ മണം വന്നുണ്ട് വിഷ്ണു. അതെ, പോപ്കോൺ പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് പയ്യെ. ഇപ്പൊ തന്നെ റെഡി ആവുമായിരിക്കും അല്ലേ? റെഡി ആവോ? റെഡി ആവും. പോപ്കോൺ അവിടെ പൊട്ടിത്തെറിക്കണേനെ ഞങ്ങളവിടെ മാറി നിന്നു. ഞങ്ങളുടെ മേത്തോട്ട് വീണാലോ? അടപ്പ് അടപ്പ്. പണ്ട് പോപ്കോൺ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ PVR-ലൊക്കെ കിട്ടുന്ന പോലത്തെ പോപ്കോൺ. എന്താ ചൂടുണ്ട് വിഷ്ണു? സെർവ് ചെയ്തോണ്ടിരിക്കുന്നേ. നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള പോപ്കോൺ. സൂപ്പറാണ്. പോപ്കോൺ നല്ല സൂപ്പറാണ്. കഴിക്കുകയാണേ. മിക്സിയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ജാറൊക്കെ എടുത്തു. ഞാൻ നല്ലോണം വാഷൊക്കെ ചെയ്തു കേട്ടോ ജാറ്. അപ്പോ നമ്മള് പുതിയ മിക്സിയൊക്കെ എടുത്തു തന്ന സ്ഥിതിക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് എന്താ ഉണ്ടാക്കുക, ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളതനുസരിച്ചല്ലേ നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓർത്തു ഒരു മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഓർത്തു അല്ലെ ആദ്യമായിട്ട്. അപ്പൊ അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഇവിടെ ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അവൽ മിൽക്ക് ഷേക്ക്. അപ്പൊ കുറെ തവണ എന്നോട് പറയണത് ഉണ്ടാക്കിത്താന്നൊക്കെ. ഞങ്ങള് പണ്ട് ഇവിടെ ഡർബാർ ഹാൾ ഗ്രൗണ്ടിൽ എറണാകുളത്തുള്ള അവിടെ പോകുമ്പോ അവിടെ അവൽ മിൽക്ക് ഷേക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ് അവിടുത്തെ അവൽ മിൽക്കിന്റെ ഷേക്കിന്റെ ടേസ്റ്റ്. അത്രയൊന്നും വരുമോന്ന് അറിയില്ല. എന്നാലും ഇപ്പോ കൊറോണ കാരണം കുറെ നാളായി, എനിക്ക് തോന്നുന്നു 1.5 വർഷമായി അവിടെ പോയി ഒന്ന് കുടിച്ചിട്ടൊക്കെ. അപ്പൊ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അവൽ മിൽക്ക് ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്റെ സ്റ്റൈലാണ് കേട്ടോ, കടയിലത്തെ അത്രയും വരുമോന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഉള്ള സാധനങ്ങൾ കൊണ്ട് അവൽ മിൽക്ക് ഷേക്ക് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പഴം ഇടാൻ പോണേട്ടാ. ഞാലിപ്പൂവൻ പഴം ഇതിലുള്ള ഞാലിപ്പൂവനാണ്. അപ്പൊ ഷേക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പഴം. 2 പഴുത്ത പഴം ചേർക്കണം.
ചേർക്കാൻ പോണേ കേട്ടോ. ഐസ്ക്രീം ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഉച്ചയ്ക്ക് വാങ്ങിച്ച ഐസ്ക്രീം ഇരിപ്പുണ്ടായി, കപ്പാണ് കേട്ടോ. അപ്പൊ അതിൽ ഒരു കപ്പ് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. 2 കപ്പ് ഉണ്ട്, ഒരു കപ്പ് സെർവ് ചെയ്യാൻ എടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് എടുക്കുകയാണ് ഐസ്ക്രീം. മിക്സിയിൽ ഞാൻ പാലും, ഒരു പാക്കറ്റ് പാലും, പിന്നെ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്, 1 സ്കൂപ്പ് ഐസ്ക്രീം, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പിന്നെ 2 നല്ല പഴുത്ത ഞാലിപ്പൂവ്. ഇതൊക്കെ കൂടി നമ്മുടെ പുതിയ മിക്സിയിൽ ഞാൻ ഒന്ന് കറക്കുകയാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ക്രഷ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക കേട്ടോ. ഇതൊന്ന് ഇതായിട്ടുണ്ട്, ഫ്രഷ് ഇതൊന്ന് ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവണ്ടല്ലോ. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മെയിനായിട്ടുള്ള 2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. നമ്മൾ അവൽ കേട്ടോ, അവൽ ഞാനൊന്ന് പൊടിച്ച് വെച്ച അവലാണ്. അതും വറുത്തിട്ട് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് പൊടിച്ച് വെച്ച അവലും, പിന്നെ കാഷ്യൂനുണ്ട്. ശരിക്കും കപ്പലണ്ടിയാണ് കേട്ടോ കടയിലൊക്കെ ചേർക്കുന്നത്. ഇവിടെ കപ്പലണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ്. നിങ്ങളുടെ വീട്ടിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ കാഷ്യൂനട്ടാണ് എടുത്തേക്കുന്നത്, പിന്നെ അവലെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ചേർക്കാണ് ഇതിലോട്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ തുറന്നോക്കാം. ഇതിലും ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതിനോടൊന്ന് കൊടുക്കാം, മധുരം നോക്കിയായിരുന്നു. പഞ്ചസാര ഇടണോ? പഞ്ചസാര പൊടിക്കും കൂടി ഇടാം. ഒരിത്തിരി പഞ്ചസാര അതേ മധുരം കുറവാണെന്ന് മധുരപ്രിയ പറഞ്ഞുകൊണ്ട് ഞാൻ 1 സ്പൂണും കൂടി ഇട്ടേക്കണേനെ. നിങ്ങൾ ഇടണമെന്നില്ല കേട്ടോ, എനിക്ക് മധുരം കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരാൾ മധുരം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു പാക്കറ്റ് ഹോർലിക്സും കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ ഒരാൾ നിർബന്ധിക്കണം എന്നെ ഹോർലിക്സ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ പാക്കറ്റ് ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്, 5 രൂപയുടെ. അതും കൂടി ചേർക്കാനേ. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയിടാം കേട്ടോ. ഈ അവൽ മിൽക്ക് ഷേക്ക് നമ്മൾ സാധാരണ ഷേക്ക് അടിക്കണ പോലെ ഒരുപാട് അങ്ങോട്ട് അടിക്കണ്ട കേട്ടോ. കാരണം നമുക്ക് ഈ അവലൊക്കെ ഒന്ന് കടിക്കണം. അപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കണേ. ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കേട്ടോ. ഇനി കുറച്ച് ഐസ്ക്രീം അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. കുറച്ച് ഐസ്ക്രീം ഇതിലോട്ട് ഒന്ന് ഭംഗിക്കായിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാനേ എൻ്റെ മുകളിലായിട്ട്. അപ്പം നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടോ. കഴിക്കാറായില്ല എനിക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂട്ടെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. ഇവിടെ ഒരാളിരുന്ന് തീർത്തോണ്ടിരിക്കണേണ്. ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ എനിക്ക് കിട്ടൂല ഒരു തുള്ളി പോലും.
ഒരാൾ താഴെ ഇരിക്കുന്നുണ്ട്, ഒരാൾ മുകളിൽ ഇരിക്കുന്നുണ്ട്. കഴിച്ചോട്ടേ ഇരിക്കണേണ്. കുറേശ്ശെ കഴിക്കുന്നേ, എന്താ കണക്ക് കുറേശ്ശെ കഴിക്കും. അതൊന്നും പറയാൻ തോന്നാണല്ലോ. അതെ, കൊച്ചവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കണേ. ഇന്നത്തെ വ്ലോഗ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ അവൽ മിൽക്ക് ഷേക്കും ഇവിടെ രണ്ടുപേർക്കും ഇഷ്ടമായി. രണ്ടുപേരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കഴിച്ച് കഴിഞ്ഞ് ഗ്ലാസ് കാലിയാക്കി കേട്ടോ. പിന്നെ എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിക്കട്ടെ കേട്ടാ. കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് സാധനം തീർന്നു പോയിട്ടാ. അപ്പം അടുത്ത ദിവസം ഇതിലും നല്ല ഒരു അടിപൊളി വ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവരും വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവർക്കും ബൈ. വിഷ്ണു ബൈ പറഞ്ഞേ. ബൈ.